ആദ്യം പ്ലാൻ ചെയ്ത് ഷോർട്ട് ഫിലിം ആയിട്ടായിരുന്നു. അതുപോലെ തന്നെ വിജയ് ചേട്ടൻ പറഞ്ഞ സെറ്റിൽ ഏറ്റവും ഡിസിപ്ലിൻ ആയിട്ടുള്ള വ്യക്തി വിനായകൻ ചേട്ടനാണ്. നമുക്ക് പോവാം. എന്നിട്ട് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഏറെക്കുറെ സാധാരണ ഡിപ്രഷൻ വന്നിട്ട് പോകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റും. ഹാപ്പിനെസ് കൂടിയിട്ട് ഭയങ്കരം തന്നെ. വിജയ് ചേട്ടൻ ചോദിച്ചു ആരാണ് പുള്ളിന് ഇത്ര ഹാപ്പി ആക്കി? എനിക്ക് അവരെ കാണേണ്ടത്. സ്വാഭാവികം. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പോയപ്പോ തന്നെ തിരിച്ചു പോയി. ഷൂട്ട് ചെയ്യാൻ പോണം. അതെ അതെ, എന്ത് സംഭവിച്ചാലും അതാണ്. അപ്പൊ വിജയ് ബാബു ചേട്ടൻ അങ്ങനെ പറഞ്ഞു, ഏറ്റവും ഡിസിപ്ലിൻ ആയിട്ടുള്ള വ്യക്തി വിനായകൻ ചേട്ടനാണ്. എനിക്ക് അങ്ങോട്ട് വർക്ക്ഔട്ട് ആയി. ഞാൻ ചിരിച്ചു പോയനെ. പുള്ളി ഈ സ്ത്രീ പടം ചെയ്തത് എന്താണെന്നറിയോ? ഫസ്റ്റ് പറഞ്ഞത് ഇതിനെ പുറത്ത് ഞാൻ കയറൂലെന്ന് പറഞ്ഞു. രണ്ടുപേര് പറഞ്ഞു. പിന്നെ കുതിര ഇങ്ങനെ പോകൂലേ? ഷോട്ടിൽ വന്നിട്ട് ചാടി ഇറങ്ങണം. നല്ല ഹൈറ്റ് ഉണ്ട് കുതിര. ഇവന് ബീച്ചുകുട്ടനെ ഭയങ്കര ഹൈറ്റാണ്. ചാടിയാൽ എത്തൂല. കുറെ സമയം എങ്ങനെയുണ്ട്? നിന്റെ ഓരോ കളികളെ തോന്നി അതങ്ങനെ വരൂ. ഈ വിനായകൻ ചേട്ടനൊക്കെ പറയുന്നത് അറക്കലൊക്കെ ഭയങ്കര ഈ ആടി സ്ത്രീയിൽ എന്തൊക്കെയോ കാണിക്കുന്നു. എന്താ സത്യത്തിൽ കാണിക്കുന്നേ? സക്സസ് ആവട്ടെ. ആൻഡ് ലാസ്റ്റ് ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ നിങ്ങളുടെ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. സെഗ്മെന്റ് വളരെ ഈസിയാണ്. തൊടാൻ പറയോ? ഇല്ല അതൊന്നുമില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.